Good evening, Makale. Welcome back to Easy Classes. First of all, thanks for being here in my YouTube channel. Today we have to discuss about the part 6 of the chapter Principles of Inheritance topics: sex determination, sex determination mechanism, various sex determination mechanisms, and also sex determination in honeybee. Then we have to discuss about the mutation, different types of mutation, mutagens. Then genetic disorders. There are two types of genetic disorders: Mendelian disorders and chromosomal disorders. ഇത്രയും ടോപ്പിക്കാണ് ഇനി ഈ ചാപ്റ്ററിൽ ഉള്ളത്, നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് സെക്സ് ഡിറ്റർമിനേഷൻ ആണ്. എന്താണ് സെക്സ് ഡിറ്റർമിനേഷൻ? നമുക്കറിയാം അല്ലേ, സെക്സിനെ തിരിച്ചറിയാം. എങ്ങനെ നമുക്ക് സെക്സ് തിരിച്ചറിയാം? മെയിൽ ആൻഡ് ഫിമെയിൽ ജെൻഡർ എങ്ങനെ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും? ഓക്കെ, അപ്പം നമുക്ക് അറിയാം ഓരോ ഇൻഡിവിജ്വലിനും ക്രോമസോംസ് ഉണ്ട് എന്നല്ലേ. സെല്ല്, ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ ക്രോമസോംസിൻ്റെ ഉള്ളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് DNA, ജീൻ എന്നൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഈ ക്രോമസോംസ് തന്നെ 2 ടൈപ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. അതായത് ഒന്ന് ഓട്ടോസോംസ്, ഓക്കെ, ഓട്ടോസോംസ്. 2 സെക്സ് ക്രോമസോംസ്. എന്താ ഓട്ടോസോംസ് എന്ന് പറഞ്ഞാൽ? സെക്സ് ക്രോമസോംസ് അല്ലേ. ഓട്ടോസോംസ് എന്ന് പറഞ്ഞാൽ സെക്സ് ഡിറ്റർമിനിങ് ചെയ്യുന്നതിൽ അവർക്ക് റോളൊന്നുമില്ല. ഓട്ടോസോംസ് ആർ ദി ക്രോമസോംസ് വിച്ച് ആർ പ്രസൻറ്റിങ് സൊമാറ്റിക് സെൽ എന്ന് പറഞ്ഞാൽ ശരീരകോശങ്ങൾ, ബാക്കിയുള്ള അതായത് റിപ്രൊഡക്റ്റീവ് സെല്ലായിട്ടുള്ള ഓവം, സ്പേം ഇല്ലേ, ഇവയിൽ ഒഴിച്ച് ബാക്കിയുള്ള സെല്ലുകളിലെ ക്രോമസോമിനെ നമ്മൾ പറയും ഓട്ടോസോമൽ ക്രോമസോംസ് അല്ലെങ്കിൽ ഓട്ടോസോംസ് എന്ന് പറയും. സെക്സ് ക്രോമസോമിൽ കാണപ്പെടുന്ന സെക്സ് ക്രോമസോംസ് എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ സെക്സ് ഡിറ്റർമിൻ ചെയ്യുന്ന ക്രോമസോം അല്ലേ. ഏതിലൊക്കെ ഉണ്ട്? ഓവത്തിലും സ്പേമിലും കാണപ്പെടുന്ന ക്രോമസോംസ് ആണ് സെക്സ് ക്രോമസോം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് സൊമാറ്റിക് സെല്ലിൽ കാണപ്പെടുന്ന ഓട്ടോസോംസ് എത്ര എണ്ണം ഉണ്ട്? നമ്മൾക്ക് അറിയാം 22 ഓട്ടോസോംസ് ആണുള്ളത്. സെക്സ് ക്രോമസോം എത്ര എണ്ണം ഉണ്ട്? ഫിമെയിൽ ആണെങ്കിൽ XX, മെയിൽ ആണെങ്കിൽ XY അല്ലേ. ഇപ്പോൾ ഒരു ഇൻഡിവിജ്വലിൽ 22 ഓട്ടോസോംസ് പ്ലസ് XX ആണെങ്കിൽ അതൊരു ഫിമെയിൽ ആയിരിക്കും. 22 ഓട്ടോസോംസ് പ്ലസ് XY ആണെങ്കിൽ അതൊരു നോർമൽ മെയിലായിരിക്കും. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ. അപ്പോൾ എന്താണ്? ദ ക്രോമസോംസ് ദാറ്റ് ഇൻവോൾവ് ഇൻ സെക്സ് ഡിറ്റർമിനേഷൻ ആർ കോൾഡ് സെക്സ് ക്രോമസോംസ് എന്ന് പറയും. അപ്പോൾ എന്താ സെക്സ് ക്രോമസോംസ്? സെക്സ് ക്രോമസോംസ് ആർ ദി ക്രോമസോം വിച്ച് ഇൻവോൾവ് ഇൻ സെക്സ് ഡിറ്റർമിനേഷൻ. സെക്സ് ഡിറ്റർമിനേഷനിൽ ഇൻവോൾവ് ചെയ്യുന്ന ക്രോമസോംസിനെ പറയുന്ന പേരാണ് എന്ത്? സെക്സ് ക്രോമസോംസ് വിച്ച് ആർ ഓൾസോ നോൺ ആസ് അല്ലോസോംസ്. അല്ലോസോംസ് എന്ന് പറഞ്ഞാൽ അല്ലോ ഡിഫറെൻറ്റ് അല്ലേ, അല്ലോസോംസ്. ക്ലിയർ ആയില്ലോ? ക്ലിയർ ആയി അല്ലേ. അപ്പോൾ അത് ഏതൊക്കെയാണ്? സെക്സ് ക്രോമസോം X ആൻഡ് Y ക്രോമസോംസിനെയാണ് സെക്സ് ക്രോമസോംസ് എന്ന് പറയുന്നത്. ഓക്കെ, ഓട്ടോസോംസ് അപ്പോൾ എന്താണ്? ഓട്ടോസോംസ് ആർ ദി ക്രോമസോംസ് അതർ ദെൻ സെക്സ് ക്രോമസോംസ്. സെക്സ് ക്രോമസോം അല്ലാണ്ട് ബാക്കിയുള്ള ക്രോമസോംസിനെയാണ് എന്ത് പറയുന്നത്? ഓട്ടോസോംസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓട്ടോസോംസ് ആർ ദി ക്രോമസോംസ് അതർ ദെൻ സെക്സ് ക്രോമസോംസ്. സെക്സ് ക്രോമസോംസ് ആർ ദി ക്രോമസോം വിച്ച് ഹാവ് എ റോൾ ഇൻ ഡിറ്റർമിനിങ് ദ സെക്സ്. ഓക്കെ, ഏതൊക്കെയാണ് സെക്സ് ക്രോമസോംസ്? X ആൻഡ് Y. XX എന്ന് പറയുന്നത് ഫീമെയിൽ കാണപ്പെടുന്നത്, XY എന്ന് പറയുന്നത് മെയിലിൽ കാണപ്പെടുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പോൾ നമ്മൾ ആരാണ് 1891 ആരാണ് സെക്സ് ഡിറ്റർമിനേഷൻ ആദ്യമായിട്ട് നടത്തിയെന്ന് നോക്കുമ്പോൾ ഹെൻകിങ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ഇൻ 1891. ഇയർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആരാണ്? ഹെൻകിങ് ആണ് സെക്സ് ഡിറ്റർമിനേഷൻ ആദ്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തത്. ഓക്കെ, അദ്ദേഹം സ്റ്റഡി ചെയ്തു ഏതിലാ? സം ഇൻസെക്ട്സിൽ അദ്ദേഹം എന്ത് നടത്തി? സ്പെമറ്റോജെനിസിസ് സ്പെം ഫോർമേഷൻ അല്ലേ. സ്പെമറ്റോജെനിസിസിൽ അദ്ദേഹം സ്റ്റഡി നടത്തി. ചില ഇൻസെക്ട്സിലെ സ്പെമറ്റോജെനസിസിൽ അദ്ദേഹം സ്റ്റഡി നടത്തിയപ്പോൾ എന്താ കണ്ടത്? ഹി ഒബ്സർവ് ദാറ്റ് 50% ഓഫ് സ്പേം ഹാവ് ന്യൂക്ലിയർ സ്ട്രക്ചർ. sperm received nuclear structure. Okay,
അതായത് 50% ഡ്യൂറിങ് സ്പെമറ്റോജെനിസിസ് ഇൻ സം ഇൻസെക്ട്സ് 50% ഓഫ് സ്പേം റിസീവ്സ് ന്യൂക്ലിയർ സ്ട്രക്ചർ ആൻഡ് അതർ റിമൈനിങ് 50% ഓഫ് സ്പേം ഹാവ് നോ ന്യൂക്ലിയർ സ്ട്രക്ചർ. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പോൾ അദ്ദേഹം ഇതിന് എന്ത് പേര് കൊടുത്തു? ഈ ന്യൂക്ലിയർ സ്ട്രക്ചറുള്ള സ്പേമിനെ എന്ത് അദ്ദേഹം പറഞ്ഞു? എക്സ് ബോഡി എന്ന് വിളിച്ചു. ഈ എക്സ് ബോഡിയാണ് പിന്നീട് എക്സ് ക്രോമസോമായിട്ട് മാറിയത്. ഓക്കെ, അപ്പോൾ എന്താണ്? ഹെങ്കിങ് ഇൻ 1891 ഡൺ മെനി എക്സ്പെരിമെൻറ്റ്സ് ഓൺ ഇൻസെക്ട്സിൽ എന്താ നടത്തിയത്? ഹി സ്റ്റഡി ദ സ്പെമറ്റോജെനിസിസ് ഇൻ ഇൻസെക്ട്സ് അല്ലേ. And he noted that or observed that 50% of sperm receives nuclear structure and the remaining 50% does not have any nuclear structure. Okay, and the chromosomes have nuclear structure. He called it as X bodies. Now it is termed as X chromosome or sex chromosomes. Clear ആയോ? ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മെക്കാനിസം ഓഫ് സെക്സ് ഡിറ്റർമിനേഷൻ ആണ്. ഓക്കെ, മെയിനായിട്ട് 3 സെക്സ് ഡിറ്റർമിനേഷൻ മെക്കാനിസം പ്ലസ് ഹണി ബീയിലെ സെക്സ് ഡിറ്റർമിനേഷൻ മെക്കാനിസം. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് സെക്സ് ഡിറ്റർമിനേഷൻ മെക്കാനിസം എന്ന് വെച്ചാൽ ഫസ്റ്റ് വൺ ഈസ് X0 സെക്സ് ഡിറ്റർമിനേഷൻ മെക്കാനിസം. അത് ആരിലാണ് കാണപ്പെടുന്നത്? മെനി ഇൻസെക്ട്സ്. എക്സാമ്പിൾ ആരെല്ലാം കാണപ്പെടുന്നത് പഠിക്കണം. മെനി ഇൻസെക്ട്സ് സച്ച് ആസ് ഗ്രാസ് ഹോപ്പേഴ്സിലാണ്, ഗ്രാസ് പോലുള്ള ഇൻസെക്ട്സിലാണ് ഇത് കാണപ്പെടുന്നത്. ഓക്കെ, ഇനി സെക്കൻഡ് ഈസ് XSX0 mechanism is the first one. XSXY mechanism is the second one. ഇത് ആരിലൊക്കെ കാണപ്പെടുന്നു? എക്സാമ്പിൾ ഡ്രോസോഫിലയിൽ കാണപ്പെടുന്നു. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, ഓൾറെഡി ഇത് ഞാൻ മെൻഷൻ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ മാനിൽ കാണപ്പെടുന്നു എക്സാമ്പിൾ. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് പറയാനുള്ളത് ZW മെക്കാനിസം വിച്ച് ഈസ് പ്രസൻറ്റ് ഇൻ ബേർഡ്സ്, ചിക്കൻ ഇതിലൊക്കെ കാണപ്പെടുന്നതാണ് ZW മെക്കാനിസം. ഈ രണ്ട് മെക്കാനിസത്തിൻ്റെ പ്രത്യേകത എന്താണെങ്കിൽ, ഏത് രണ്ട് മെക്കാനിസത്തിൻ്റെ? നമ്മുടെ XSX0 മെക്കാനിസം ആൻഡ് XSXY മെക്കാനിസം. ഈ രണ്ട് മെക്കാനിസത്തിൻ്റെ പ്രത്യേകത ഇതിൽ മെയിൽ ആണ് ഹെട്രോസൈഗസ് കണ്ടീഷനിലുള്ളത് ആരാണ്? അതായത് ഇത് മെയില്, X0 കണ്ടീഷൻ അല്ലെങ്കിൽ ഹെട്രോസൈഗസ് കണ്ടീഷനിലുള്ളത് മെയിലാണ്. ഇവിടെ XY കണ്ടീഷൻ എന്നുള്ളത് മെയിലാണ്. ഓക്കെ, പക്ഷേ ZW മെക്കാനിസം, തേർഡ് മെക്കാനിസം, ഹിയർ ഫിമെയിൽ ഈസ് ഹെട്രോസൈഗസ് കണ്ടീഷൻ. ഫിമെയിൽ ഇവിടെ ആരാണ്? ഇത് രണ്ടും മെയിൽ ഹെട്രോസൈഗസ് ആയിരുന്നു. ഇത് മാത്രം ഫിമെയിൽ ഹെട്രോഗാമറ്റിക് കണ്ടീഷനാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പം മെയിൽ ഹെട്രോസൈഗസ് അല്ലെങ്കിൽ ഹെട്രോഗാമറ്റിക് കണ്ടീഷനിലുള്ളത് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? മെയിൽ ഹെട്രോസൈഗസ് ഓർ ഹെട്രോഗാമറ്റിക് കണ്ടീഷനിലുള്ള ആരാന്ന് ചോദിച്ചാൽ രണ്ട് മെക്കാനിസം, XSX0 മെക്കാനിസം ആൻഡ് XSXY മെക്കാനിസം. ആൻഡ് ഫിമെയിൽ ഹെട്രോഗാമറ്റിക് മെക്കാനിസം, സെക്സ് ഡിറ്റർമിനേഷൻ മെക്കാനിസം ഉള്ളത് ആരെല്ലാം ചോദിച്ചാൽ ബേർഡ്സിലാണ്. ഓക്കെ, ഇതിൽ സെഡ് എന്ന് പറയുന്നത് മെയിലും ZW എന്ന് പറയുന്നത് ഫിമെയിലുമാണ്. ഓക്കെ, ഹെട്രോഗാമറ്റിക് കണ്ടീഷനുള്ളത് ഫിമെയിലാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇത്രയും മെക്കാനിസം പഠിക്കാനുണ്ട്. 1, 2, 3 ആൻഡ് ഫോർത്ത് ഒരു മെക്കാനിസം കൂടി നമുക്ക് പഠിക്കാനുണ്ട്. ആ മെക്കാനിസത്തിൻ്റെ പേരാണ്, ഏതാണ് ആ പേര്? നാലാമതൊരു മെക്കാനിസം ഉണ്ട്. ഫോർത്ത് സെക്സ് ഡിറ്റർമിനേഷൻ മെക്കാനിസം ഈസ് സെക്സ് ഡിറ്റർമിനേഷൻ മെക്കാനിസം ഇൻ എന്താണ്? ഹണിബിയിൽ കാണപ്പെടുന്നത് കുറച്ച് പ്രത്യേകതയുണ്ട്. ഹണിബിയിലെ സെക്സ് ഡിറ്റർമിനേഷൻ മെക്കാനിസം അതിനെ ഡിപ്ലോയിഡ് സെക്സ് ഡിറ്റർമിനേഷൻ മെക്കാനിസം എന്ന് പറയുന്നു. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ സെക്സ് ഡിറ്റർമിനേഷൻ മെക്കാനിസം 4 നമുക്ക് പഠിക്കാനുണ്ട്. പ്ലസ് ഹ്യൂമൻ ബീയിങ്സിലെ സെക്സ് ഡിറ്റർമിനേഷൻ മെക്കാനിസം അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹ്യൂമൻ ബീയിങ്സിലെ സെക്സ് ഡിറ്റർമിനേഷൻ മെക്കാനിസത്തിന് എക്സാമ്പിൾ XSXY. ആ മെക്കാനിസം പറയുമ്പോൾ നമ്മൾ ഹ്യൂമൻ ബീയിങ്സിൻ്റെയും ഓൾറെഡി മെൻഷൻ ചെയ്യും. ഓക്കെ, അല്ല എക്സ്ട്രാ ആയിട്ട് പഠിക്കാനുള്ളത് സെക്സ് ഡിറ്റർമിനേഷൻ മെക്കാനിസം പ്രസൻറ്റ് ഇൻ ഹണിബി ആണ്. ഓക്കെ, ഡിപ്ലോയിഡ് സെക്സ് ഡിറ്റർമിനേഷൻ മെക്കാനിസം. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഫസ്റ്റ് വൺ ഈസ്
ഒന്ന് XX X0 മെക്കാനിസം. ഇതാരിലാണ് കാണപ്പെടുന്നത്? ഇൻസെക്ട്സ് സച്ച് ആസ്, എക്സാമ്പിൾ വെരി വെരി ഇമ്പോർട്ടൻറ്റ്, ഇൻസെക്ട്സ് സച്ച് ആസ്, ഏത് ഇൻസെക്ട്സാ? ഗ്രാസ് ഹോപ്പേഴ്സ് ആണ് എക്സാമ്പിൾ. ഓക്കെ, ഇൻസെക്ട്സ് സച്ച് ആസ് ഗ്രാസ് ഹോപ്പേഴ്സ് ആർ എക്സാമ്പിൾ ഫോർ XSX0 മെക്കാനിസം. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, എന്താണ് XSX0 മെക്കാനിസം എന്ന് പറയാം. 22 ഓട്ടോസോംസ് പ്ലസ് X0 കണ്ടീഷൻ, 22 ഓട്ടോസോംസ് പ്ലസ് XX കണ്ടീഷൻ. ഇതാരായിരിക്കും? നമ്മൾ പറഞ്ഞു ഇത് ആദ്യത്തെ രണ്ടെണ്ണം മെയിൽ ഹെട്രോഗ്യാമറ്റിക് കണ്ടീഷനാണ് അല്ലേ. അപ്പോൾ ഹെട്രോഗ്യാമറ്റിക് കണ്ടീഷനിലുള്ളത് ആരാണ്? മെയിലാണ്. അപ്പോൾ X0 കണ്ടീഷനിലുള്ളത് മെയിലും XS കണ്ടീഷനിലുള്ളത് ആരാണ്? ഫീമെയിലുമാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പോൾ മെയിൽ ഹെട്രോഗ്യാമറ്റിക് കണ്ടീഷൻ ആണ് ഇവിടെയുള്ളത്. മെയിൽ ഹെറ്ററോഗ്യാമറ്റിക് കണ്ടീഷൻ. ക്ലിയർ ആയല്ലോ. ഇത്രയാണ് ഫസ്റ്റ് മെക്കാനിസം. സെക്സ് ഡിറ്റർമിനേഷൻ മെക്കാനിസം ഈസ് പ്രസൻറ്റ് ഇൻ ഗ്രാസ് ഹോപ്പേഴ്സ്, ഇൻസെക്ട്സ് സച്ച് ആസ് ഗ്രാസ് ഹോപ്പർ. ഇനി സെക്കൻഡ് മെക്കാനിസം നമ്മൾ പറയാൻ പോകുന്നത് XSXY മെക്കാനിസം ആണ്. ഇവിടെയും മെയിൽ ഹെറ്ററോഗ്യാമറ്റിക് ആണ്. മെയിൽ ഹെറ്ററോഗ്യാമറ്റിക്. ഓക്കെ, ഇതിൽ X ആൻഡ് Y എന്നുള്ളത് മെയിലും ഫിമെയിൽ ഹോമോഗ്യാമറ്റിക് ആണ്. XX. ഓക്കെ, ക്ലിയർ ആയല്ലോ. X ഓൺലി, ഹോമോഗ്യാമറ്റിക് മാത്രമാണ്, X മാത്രമേ ഉള്ളൂ. എക്സാമ്പിൾ ആരൊക്കെയാണ്? ഹ്യൂമൻ ബീയിങ്സ് ആൻഡ് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഡ്രോസോഫില. ഓക്കെ, ഇനി നമ്മൾ മെക്കാനിസത്തിലേക്ക് നോക്കുകയാണ്. XY ഉള്ള മെയില്, XX ഉള്ള ഫിമെയില് അല്ലേ. അപ്പോൾ ആരാ എങ്ങനെയാ ക്രോസ് നടക്കുക? ഗ്യാമേറ്റ്സ് രണ്ടെണ്ണം ഉണ്ട്, ഇവിടെ ഒന്നേ ഉള്ളൂ, പാരൻസ് 1, ഗ്യാമേറ്റ്സ് 1. ക്രോസ് നടക്കുമ്പോൾ ഇത് Y കേട്ടോ. X ആൻഡ് X ആയാൽ ഫീമെയിൽ, X ആൻഡ് Y ആയാൽ മെയിൽ. ക്ലിയർ? ഇതാണ് XSXY മെക്കാനിസം എന്ന് പറയുന്നത്. അപ്പോൾ ഈ XSXY മെക്കാനിസം തന്നെയാണ് സെക്സ് ഡിറ്റർമിനേഷൻ മെക്കാനിസം ഇൻ ഹ്യൂമണിൽ കാണപ്പെടുന്നത് അല്ലേ. ഏതാണ് സെക്സ് ഡിറ്റർമിനേഷൻ മെക്കാനിസം ഇൻ ഹ്യൂമൺ എന്ന് സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ XSXY ടൈപ്പ് മെക്കാനിസമാണ്. ഇതിലെങ്ങനെയാണ് നമ്മൾ എഴുതുക? ഫാദർ വിത്ത് സെക്സ് ക്രോമസോം XY, മദർ വിത്ത് സെക്സ് ക്രോമസോം XX. അപ്പോൾ ഈ Xും കൂടി ചേർന്നാൽ XX, ഈ Xും കൂടി ചേർന്നാൽ XX, XY ഫീമെയിൽ, XY മെയിൽ, ഫീമെയിൽ അല്ലേ. ഓക്കെ, അപ്പം നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും? 44 ഓട്ടോസോംസ് പ്ലസ് XY. സെക്സ് ഡിറ്റർമിനേഷൻ മെക്കാനിസം ഇൻ മെയിൽ ഹ്യൂമൺ എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്നുകൂടെ ഇത് എഴുതി കഴിഞ്ഞു. ഈ ഒരു ഗ്യാമേറ്റ്സ് ഫോർമേഷനും ഇത് എഴുതി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഏതാ ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടെ എഴുതാം. നമുക്ക് 44 ഓട്ടോസോംസ് ഉണ്ട്, നമ്മുടെയാണല്ലോ 46 ക്രോമസോം. അപ്പം നമുക്ക് എഴുതുമ്പോൾ ഇത് മാത്രം XY, ഈ XY XX ഇത് മാത്രം പോരാ, നമുക്ക് ഇന്നുകൂടെ എഴുതണം. നമ്മുടെ ഹ്യൂമൻ ബീങ്സിൻ്റെ ആകുമ്പോൾ 44 ഓട്ടോസോംസ് പ്ലസ് XY, ഇതാണ് മെയിൽ. 44 ഓട്ടോസോംസ് പ്ലസ് XX, ഇതാണ് ഫീമെയിൽ പാരൻറ്റ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഗ്യാമേറ്റ്സ് ആകുമ്പോൾ എത്രയാ? ഗ്യാമേറ്റ് ഫോർമേഷൻ്റെ സമയത്ത് 23 ക്രോമസോം ആവും അല്ലേ. 22 ഓട്ടോസോംസ് പ്ലസ് X, ഒരു ഗ്യാമേറ്റ് ഉണ്ടാവുള്ളൂ അല്ലേ. പിന്നെ അടുത്തത് 22, രണ്ടാമത്തെ ഗ്യാമേറ്റ്സ് 22 ഓട്ടോസോംസ് പ്ലസ് Y. ഇവിടെ 22 ഓട്ടോസോം പ്ലസ് X മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താണ് 22 ഓട്ടോസോംസ്? ഇത് രണ്ടും ഫ്യൂസ് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക? ഇത് രണ്ടും ഫ്യൂസ് ചെയ്യുമ്പോൾ ഫെർട്ടിലൈസേഷൻ നടക്കുമ്പോൾ 44 ഓട്ടോസോംസ് പ്ലസ് X, ഇവിടുത്തെ X ആയിട്ട് കേട്ടോ, ഇതായിട്ടാണ് X ആകുമ്പോൾ Xും പ്ലസ് X ഫീമെയിൽ. 22 ഓട്ടോസോംസ് പ്ലസ് 24 X ആയിട്ട് ആകുമ്പോൾ 44 ഓട്ടോസോംസ് പ്ലസ് XY മെയിൽ. ക്ലിയർ? ഇതാണ് സെക്സ് ഡിറ്റർമിനേഷൻ മെക്കാനിസം ഇൻ ആരിലാണ്?
സെക്സ് ഡിറ്റർമിനേഷൻ മെക്കാനിസം ഇൻ ഇത് നമുക്കൊന്ന് ഇവിടേക്കായിട്ട് എഴുതാം അല്ലേ. ഓക്കെ, സെക്സ് ഡിറ്റർമിനേഷൻ മെക്കാനിസം ഇൻ മെയിൽ എന്ന് പറഞ്ഞിട്ട് ഹ്യൂമൻ ബീങ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ താഴെ ഒന്നുകൂടെ എഴുതാം. എങ്ങനെ എഴുതാം? 44 ഓട്ടോസോംസ് ഉണ്ട്. ഓക്കെ, ഇനി ഇതും 44 ഓട്ടോസോംസ് പ്ലസ് XY ഇൻ മെയിൽ, 44 ഓട്ടോസോംസ് പ്ലസ് XX ഇൻറ്റു ഫിമെയിൽ അല്ലേ. അപ്പോൾ ഇത് ഗ്യാമേറ്റ് ഫോർമേഷൻ്റെ സമയത്ത് 22 ഓട്ടോസോം പ്ലസ് എക്സ്, 22 ഓട്ടോസോം പ്ലസ് വൈ സെഗ്രിഗേഷൻ നടന്നു. 22 ഓട്ടോസോം പ്ലസ് എക്സ് ഓൺലി ഹോമോഗാമറ്റിക് ആയിരിക്കും അല്ലേ. അപ്പോൾ ഇതായി. ഇനി ക്രോസ് നടത്തുമ്പോൾ 22 44 ഓട്ടോസോംസ് പ്ലസ് എക്സസ് ആരായിരിക്കും? അത് ഫിമെയിൽ അല്ലേ, ഫിമെയിൽ. ആൻഡ് 22 പ്ലസ് 44 ഓട്ടോസോംസ് പ്ലസ് XY ഇതാരായിരിക്കും? മെയിൽ. ദാറ്റ്സ് ഓൾ അബൌട്ട് ദി സെക്സ് ഡിറ്റർമിനേഷൻ മെക്കാനിസം പ്രസൻറ്റ് ഇൻ മെയിൽ അല്ലേ. അപ്പോൾ ദർ ഈസ് എൻ ഈക്വൽ പ്രോബബിലിറ്റി ഓഫ് ഫെർട്ടിലൈസേഷൻ ഓഫ് ഓവം വിത്ത് ദ സ്പേം ക്യാരിങ് ഐദർ അല്ലേ. അതായത് ദർ ഈസ് എ ഈക്വൽ, ഇയാൾ എക്സൈഡ് ഇത് ഏതാണ്? ഈക്വൽ സെയിം പ്രോബബിലിറ്റിയാണ്, ഈക്വൽ പ്രോബബിലിറ്റിയാണ്. 22 ഒരു ഫെർട്ടിലൈസേഷൻ നടക്കുകയാണ്. 22 എക്സിലെ XX ക്രോമസോമിലെ ഈ എക്സ് ഗ്യാമേറ്റ് ഏതാണ്? ഒരു 50% പോസിബിലിറ്റി ഉണ്ട് ഇതിലെ നമ്മുടെ മെയിൽ XY ക്രോമസോംസിലെ മെയിൽ സെക്സ് ക്രോമസോമായിലെ XYയിലെ എക്സായിട്ട് കൂടിച്ചേർന്നിട്ട് എന്താവാൻ? ഫിമെയിൽ ഉണ്ടാവാൻ. ഇനി റിമൈനിങ് 50% എന്ന് പറഞ്ഞാൽ ഫിമെയിലിലെ another X gamete is fused with the ആരായിട്ട്? Y ക്രോമസോം. അപ്പോൾ ആരാ ഉണ്ടാവാം? ബോയ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ദർ ഇസ് എ എന്താണ്? ഈക്വൽ പ്രോബബിലിറ്റി ഓഫ് എന്തിനുള്ള പ്രോബബിലിറ്റി ഉള്ളത്? ഫെർട്ടിലൈസേഷൻ. ഈക്വൽ പ്രോബബിലിറ്റി ഓഫ് ഫെർട്ടിലൈസേഷൻ ഓഫ് ഓവം വിത്ത് ആരായിട്ട്? വിത്ത് സ്പേം അല്ലേ. അതിൽ ആര് ചെയ്തിട്ടുണ്ട്? ക്യാരിയിങ് ഐദർ സ്പേം, ഒരു 50% ഒരു സ്പേം ആണെങ്കിൽ ഐദർ X ക്രോമസോം ആയിരിക്കും ഓർ Y ക്രോമസോംസ്. ക്ലിയർ ആയല്ലോ. അപ്പോൾ ആൺകൊച്ചും പെൺകൊച്ചും ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഈക്വൽ പോസിബിലിറ്റിയാണ്. ഇപ്പോൾ ഓവായിട്ട് ഏത് നമ്മുടെ മെയിലിലെ എക്സ് ആണ് ഫ്യൂസ് ചെയ്യുന്നതെങ്കിൽ, ന്യൂക്ലിയർ സ്ട്രക്ചറുള്ള ഗ്യാമേറ്റ് ആണ് ഫ്യൂസ് ചെയ്യുന്നതെങ്കിൽ പെൺകൊച്ചുണ്ടായിരിക്കും. ഫിമെയിൽ ഗ്യാമേറ്റായിട്ട് Y ക്രോമസോമുള്ള അല്ലേ ന്യൂക്ലിയർ സ്ട്രക്ചർ ഇല്ലാത്ത സ്പേമാണ് ഫ്യൂസ് ചെയ്യുന്നതെങ്കിൽ അത് ബോയ് ആയിട്ട് മാറും. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇത്രയാണ് സെക്സ് ഡിറ്റർമിനേഷൻ മെക്കാനിസം ഇൻ ഹ്യൂമൻ ബീങ്സിൽ പറയുന്നത്. ഇനി സെക്സ് ഡിറ്റർമിനേഷൻ മെക്കാനിസം ഇൻ ഹണി ബി ആണ്. അതായത് ഹണി ബിയിൽ നമുക്കറിയാം ഫിമെയിലുണ്ട് മെയിലുണ്ട് അല്ലേ. ഫിമെയിൽ 2 ടൈപ്പ് ഉണ്ട്. ആരാണ്? ക്യൂൻ ആൻഡ് ആരാളുള്ളത്? വർക്കർ അല്ലേ. അപ്പോൾ ഹണി പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്, ജോലി എടുത്ത് എന്തുണ്ടാക്കുക? തേൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് വർക്കേഴ്സിൻ്റെ ജോലി. ക്യൂവിൻ്റെ ജോലി എന്താണെങ്കിൽ ആൾക്ക് സെക്ഷൽ റിപ്രൊഡക്ഷൻ അല്ലെങ്കിൽ റിപ്രൊഡക്ഷനാണ് നമ്മുടെ ക്യൂനിൻ്റെ ജോലി. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി മെയിലിൻ്റെ പ്രത്യേകത എന്താണെങ്കിൽ മെയിൽ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഫെർട്ടിലൈസേഷൻ, വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. നമ്മളിതിന് എന്ത് പറഞ്ഞിരിക്കുന്നത്? പാർത്തനോജെനസിസ് അല്ലേ. മെയിൽ എങ്ങനെയുണ്ടാവുന്നത്? പാർത്തനോജെനസിസ് വഴിയാണ്. അതായത് ഫ്രം എന്താണ്? അൺഫെർട്ടിലൈസ്ഡ് അല്ലേ, ഫെർട്ടിലൈസ് ചെയ്യാത്ത അൺഫെർട്ടിലൈസ്ഡ് ഫിമെയിൽ ഗ്യാമേറ്റ് ആയിട്ടുള്ള ഓവത്തിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ടാണ് ആരുണ്ടാവുന്നത്? നമ്മുടെ മെയിൽ ഹണിബി ഉണ്ടാവുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഫിമെയിൽ ഹണിബിയുടെ ക്രോമസോം 32 അല്ലേ ഡിപ്ലോയിഡ് കണ്ടീഷനാണ്. മെയിൽ ഹണിബിയുടെ ക്രോമസോം 16 ആണ്, അതായത് ഹാപ്ലോയിഡ് കണ്ടീഷനാണ്. ക്ലിയർ ആയല്ലോ. അപ്പോൾ എന്താണ് സെക്സ് ഡിറ്റർമിനേഷൻ മെക്കാനിസം ഇൻ ഹണിബി എന്ന് പറയുമ്പോൾ? ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് സെറ്റ്സ് ഓഫ് ക്രോമസോം ഓഫ് എൻ ഇൻഡിവിജ്വൽ റിസീവ്സ് ആണ്. ഓക്കെ, അതായത് ഇപ്പം നമുക്ക് പറയാം എക്സ് ക്രോമസോം നമ്പറുള്ള, അതായത് 32 ക്രോമസോം നമ്പറുള്ള ഒരു ഫീമെയിൽ ഹണിബി, 16 ക്രോമസോം നമ്പർ മാത്രമേ ഉള്ള ഒരു മെയിൽ ഹണിബി. ഓക്കെ, ഇവർ തമ്മിൽ ക്രോസ് നടന്നു എങ്കിൽ എന്ത് സംഭവിക്കും? ഇതിൽ എക്സ് ക്രോമസോം മെയിലിലെ എക്സ് ക്രോമസോമായിട്ട് ഫ്യൂസ് ചെയ്തിട്ട് എക്സും കൂടി ചേർന്നിട്ട് 32 ക്രോമസോമുള്ള ഒരു ഫിമെയിൽ ഉണ്ടാവാം. രണ്ടാമത്തെ ഫിമെയിൽ ഗ്യാമേറ്റ് അല്ലേ, എക്സ് ക്രോമസോം, എഗ് വിത്ത് എക്സ് ക്രോമസോം ഉണ്ട്. അതിന്
ഫെർട്ടിലൈസ് ചെയ്യാനായിട്ട് ആരില്ല നമ്മുടെ സ്പേം ഇല്ല അല്ലേ, ഉണ്ടോ? സ്പേം ഇല്ല. അപ്പോൾ എന്താ ഉണ്ടാവുക? ഈ അൺഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള ഫീമെയിൽ ഗ്യാമറ്റിൽ നിന്ന് ഡയറക്റ്റായിട്ട് 16 ക്രോമസോമുള്ള ആരുണ്ടായിരിക്കും? മെയിൽ ഹണി ബി അല്ലെങ്കിൽ ഡ്രോൺ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ എന്താണ് പാർത്തനോജെൻസിസ് എന്ന് പറഞ്ഞാൽ? ഫോർമേഷൻ ഓഫ് എ ഹാപ്ലോയിഡ് ഡ്രോൺ അല്ലെങ്കിൽ മെയിൽ ഹണി ബി ഫ്രം അൺഫെർട്ടിലൈസ്ഡ് ഓവം ഓഫ് ഫീമെയിൽ ഹണി ബി. ഓക്കെ, ഇതിനെയാണ് പാർത്തനോജെനിസിസ്. അപ്പോൾ പാർത്തനോജെനിസിസ് വഴിയാണ് നമ്മുടെ ആരുണ്ടാകുന്നത്? മെയിൽ ഹണി ബി ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഈ മെക്കാനിസത്തിനെ പറയുന്ന പേരാണ് ഹാപ്ലോഡിപ്ലോയിഡ്. ഏതാണ് ഹാപ്ലോഡിപ്ലോയിഡ് സെക്സ് ഡിറ്റർമിനേഷൻ മെക്കാനിസം ചോദിച്ചാൽ ഏതാണ്? ഹണി ബിയുടെ സെക്സ് ഡിറ്റർമിനേഷൻ മെക്കാനിസം. ക്ലിയർ ആയല്ലോ? ഓക്കെ, അതായത് ഹണി ബിയിൽ ഫിമെയിലിന് 32 ക്രോമസോമും 16 ക്രോമസോമും. ഡിപ്ലോയിഡ് കണ്ടീഷനിലാണ് ഫിമെയിൽ ഹണി ബി, മെയിൽ ഹണി ബി ഹാപ്ലോയിഡ് ആണ്. അപ്പോൾ അതിനൊരു ഗ്യാമേറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ, എക്സ് ക്രോമസോം മാത്രമേ ഉണ്ടാവുള്ളൂ. ഫെർട്ടിലൈസേഷൻ അത് ഫിമെയിലിൻ്റെ എക്സ് ആയി നടക്കുമ്പോൾ 36 ഉള്ള ഫിമെയിൽ ഉണ്ടാവും. അപ്പോൾ ഫിമെയിലിൻ്റെ റിമൈനിങ് ഗ്യാമേറ്റിന് എക്സ് ക്രോമസോമിന് ഫ്യൂസ് ചെയ്യാനായിട്ട് ഇവിടെ ആരുമില്ല. അതുകൊണ്ട് അതിൽ നിന്ന് ഡയറക്റ്റായിട്ട് 16 ക്രോമസോമുള്ള അൺഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള ആരുണ്ടാവും? അൺഫെർട്ടിലൈസ്ഡ് എഗ്ഗിൽ നിന്നുണ്ടായിട്ടുള്ള മെയിൽ ഹണി ബി ഉണ്ടാവും. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ എല്ലാ സെക്സ് ഡിറ്റർമിനേഷൻ മെക്കാനിസംസും നമ്മൾ പഠിച്ചു. ഏതൊക്കെയാണ്? XSX0 mechanism present in grasshoppers like insects like grasshoppers, XY mechanism present in Drosophila human beings, and ZW mechanism, this mechanism is known as female heterogametic sex determination mechanism, because here ZW condition is not for male, it meant for female. Okay, ബാക്കി രണ്ടും ഹെറ്ററോഗാമറ്റിക് കണ്ടീഷൻ മെയിൽ ഹെറ്ററോഗാമറ്റിക് കണ്ടീഷൻ ആയിരുന്നു. ഓക്കെ, ക്ലിയർ? ഇനി ലാസ്റ്റ് സെക്സ് ഡിറ്റർമിനേഷൻ മെക്കാനിസം ഇൻ ഹണി ബി. ഓക്കെ, ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സപ്ലിമെൻ്ററി മെറ്റീരിയലായിട്ട് CBSEക്ക് അവസാന സമയത്തൊരു എക്സ്ട്രാ സിലബസൊക്കെ വരാറുണ്ട്. അതിൽ സെക്സ് ഡിറ്റർമിനേഷൻ മെക്കാനിസം ഇൻ ഹണി ബി പഠിച്ചു. അതിൻ്റെ ബാക്കിയുള്ള ഫീച്ചേഴ്സ്, അത് ജനറ്റിക് ഫീച്ചേഴ്സാണ് നമ്മൾ പറഞ്ഞത്. അതെങ്ങനെയാണ് റെപ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതെങ്ങനെയാണ് ഡ്രോണിനെ അട്രാക്റ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഫിമെയിൽ ഹണി ബീന് 2 ടൈപ്പ് ഹണി ബി ഉണ്ടായത് വർക്കിൻ്റെ ബേസിസിൽ, അതൊക്കെ നമ്മൾക്ക് അറിഞ്ഞിരിക്കേണ്ടി വരും. അപ്പോൾ ജസ്റ്റ് ഒന്ന് വേഗത്തിൽ പറയാം. ഫിമെയിൽ ഹണി ബി എന്ന് പറയുന്നത് ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഓർഗാൻസ് ആണ്. മെയിൽ ഹണി ബി അൺഫെർട്ടിലൈസ്ഡ് ആണ്, അത് ഹാപ്ലോയിഡ് ആണ്. അൺഫെർട്ടിലൈസ്ഡ് എഗ്ഗിൽ നിന്നാണ് ഡിറൈവ് ചെയ്യുന്നത്. ഇത്രയും ക്ലിയർ ആയി അല്ലേ? പിന്നെ എന്താണെങ്കിൽ ഫിമെയിൽ ഹണി ബി എങ്ങനെയാണ് 2 ടൈപ്പ് ആയത്? ഒരാൾ വർക്കറും ഒരാൾ ക്യൂനും എങ്ങനെയായത്? അതായത് എന്താണ്? ഒരു അൺഫെർട്ടിലൈസ്ഡ് എക്സ് ക്രോമസോം അല്ലേ, അതിലേക്ക് നമ്മുടെ മെയിലായിട്ടുള്ള ഹണി ബി ഡ്രോൺ വന്നിട്ട് എന്താണ് അതിൻ്റെ ഗ്യാമേറ്റ്സ് അല്ലെങ്കിൽ സ്പേം വിത്ത് എക്സ് ക്രോമസോമുള്ള ആൾ അല്ലേ മേറ്റിങ് നടന്നിട്ട് സൈഗോട്ട് ഉണ്ടാവും. ആ സൈഗോട്ട് ഉണ്ടാവുന്നതൊരു ഹൈസിലായിരിക്കും. ആ ഹൈഫിൽ വെച്ചിട്ടാണ് അതിൻ്റെ ബാക്കിയുള്ള സൈഗോട്ട് എംബ്രിയോ ആയിട്ട് പിന്നെ എല്ലാ സ്റ്റേജസും കഴിഞ്ഞ് ഹണി ബി ആയിട്ട് പുറത്ത് വരുന്നത്. അപ്പോൾ ആ സ്റ്റേജിൽ അടയിരിക്കുന്ന ഹൈസിൽ ഹൈസിൽ നിന്ന് അതിന് ധാരാളം ന്യൂട്രീഷനുള്ള ഹൈസാണ്. അതിൽ നിന്ന് ധാരാളം ന്യൂട്രീഷൻ കിട്ടിയെങ്കിൽ XX കണ്ടീഷനിലുള്ള ആ ഫിമെയിൽ ഹണി ബി ഉണ്ടാകുന്ന ഫീമെയിൽ ഹണി ബി ക്യൂനായിട്ട് മാറും. പക്ഷേ ആ ഫിമെയിൽ ഹണി ബി XX ആയിട്ട് വന്നിട്ടുള്ള ഫിമെയിൽ ഹണി ബി വളരുന്ന ഹൈസിൽ നിന്ന് അതിന് ന്യൂട്രിയൻസ് ഒന്നും കിട്ടുന്നില്ല, ആ ഫുഡ് ആവശ്യത്തിന് കിട്ടുന്നില്ലെങ്കിൽ ആ ഫിമെയിൽ ഹണി ബി വർക്കറായിട്ട്, ധാരാളം ഭക്ഷണം കിട്ടുന്ന ആൾ എന്തായിട്ട് മാറും? ക്യൂനാവും. ഭക്ഷണം കിട്ടാത്ത ആൾ വർക്കറായിട്ട് മാറും. ക്ലിയർ ആയില്ലോ? ഇനി ഇതിലെങ്ങനെയാണ് റിപ്രൊഡക്ഷൻ എന്ന് പറയാം. അതായത് മെയിൽ ഹണി ബീസിനെ അട്രാക്റ്റ് ചെയ്യണം ഫിമെയിൽ ഹണി ബി ഫോർ ഫെർട്ടിലൈസേഷൻ ഓഫ് മേറ്റിംഗ് അല്ലേ, ഫെർട്ടിലൈസേഷൻ നടക്കണമെങ്കിൽ. അപ്പോൾ എന്താ ഉണ്ടാവുക? നല്ല ക്വാളിറ്റി ഉള്ളതാണ് അല്ലേ, നല്ല ഹൈസിൽ വളർന്നിട്ട് നല്ല ആരോഗ്യമുള്ള ആളാണ് ക്യൂൻ. വർക്കൊന്നും ചെയ്യാണ്ടിരിക്കുകയാണ്. അപ്പോൾ ക്യൂൻ എന്ത് ചെയ്യും? അതിൻ്റെ ഒരു മെയിൻ ഫംഗ്ഷനുള്ള റിപ്രൊഡക്ഷൻ. അപ്പോൾ റിപ്രൊഡക്ഷന് വേണ്ടിയിട്ട് മെയിലിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫ്ലൈറ്റ് നടത്തും. അതിൻ്റെ ഒരു ഫ്ലൈറ്റ് ഭയങ്കര ഫേമസ് ആണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഫീമെയിൽ ഹണി ബി എന്ത് ചെയ്യും? ഭയങ്കര ഉയരത്തിൽ പറക്കും. അപ്പോൾ എന്ത് ചെയ്യും? മെയിൽ ഹണി ബീസ് ഇത് കാണും അല്ലേ. അപ്പോൾ മെയിൽ ഹണി ബീസ് ഇതിനെ അട്രാക്റ്റ് ചെയ്യാൻ ഇതിൻ്റെ അടുത്തേക്ക് പോകും. അപ്പോൾ അവർക്കും ഉയർന്നു പറക്കണം. അപ്പോൾ അത് നോക്കും
ഫിമെയിൽ ഹണിബി. ഇവരിൽ ഈ മെയിൽ ഹണിബീസിൽ ഡ്രോൺസിൽ ആരാണോ ഏറ്റവും ഉയരത്തിൽ ഫിമെയിൽ ഹണിബിയുടെ എത്താനായിട്ട് പറക്കുന്നത് അയാളായിട്ട് അത് മേറ്റ് ചെയ്യപ്പെടും. ഓക്കെ, ക്ലിയർ ആയല്ലോ? അതാണ് ഇവരുടെ ഹണിബിയുടെ ഫ്ലൈറ്റിൻ്റെ പ്രത്യേകത. അങ്ങനെയാണ് അവർ തമ്മിലുള്ള മീറ്റിംഗ് നടക്കുക. ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പോൾ ഇത് ഈ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാമെന്ന് മാത്രം ഹണിബിയുടെ സെക്സ് ഡിറ്റർമിനേഷൻ മെക്കാനിസം പഠിക്കുമ്പോൾ. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവുകയാണ്, മ്യൂട്ടേഷൻ. എന്താണ് മ്യൂട്ടേഷൻ? മ്യൂട്ടേഷൻ ഡെഫിനിഷൻ പഠിക്കുക. സഡൻ ഹെറിറ്റബിൾ ചേഞ്ചസ്, സഡൻ ഹെറിറ്റബിൾ ആണ് കേട്ടോ, ഹെറിറ്റബിൾ ചേഞ്ചസ് takes place in the genetic makeup of an organism. ജനറ്റിക് മേക്കപ്പ്, ഏതാ ജനറ്റിക് മേക്കപ്പ് എന്ന് പറയുന്നത്? DNA or RNA അല്ലേ? ജനറ്റിക് മേക്കപ്പ് ഓഫ് എൻ organism due to physical and chemical mutation. Due to physical and chemical mutations are called mutation. അപ്പോൾ എന്താണ് മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ? സഡൻ ഹെറിറ്റബിൾ ചേഞ്ചസ് ദാറ്റ് ടേക്സ് പ്ലേസ് ഇൻ ദ ജനറ്റിക് മേക്കപ്പ് ഓഫ് എൻ ഓർഗാനിസംസ് ഡ്യൂ ടു ഫിസിക്കൽ ആൻഡ് കെമിക്കൽ മ്യൂട്ടേഷൻസ് ആർ കോൾഡ് മ്യൂട്ടേഷൻ. ഓക്കെ, അപ്പോൾ എന്താ മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ? നമ്മുടെ ജനിതഘടനയിൽ മാറ്റം വരുത്തുന്നു, പെട്ടെന്ന് മാറ്റം സംഭവിക്കുന്നു. ആ മാറ്റം വരാൻ കാരണം എക്സ്റേ, ഗാമ, ബീറ്റ റേഡിയേഷൻ പോലെയുള്ള കെമിക്കൽ റേഡിയേഷൻ ആവാം, അല്ലെങ്കിൽ എന്താണ് ഫോർമലിൻ, നൈട്രജൻ, മസ്റ്റാർഡ് ഗ്യാസ് പോലുള്ള ഫിസിക്കൽ മ്യൂട്ടേഷൻ്റെ വഴിയായിരിക്കാം. ഓക്കെ, ഇതിനെയാണ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. 2 ടൈപ്പ് മ്യൂട്ടേഷനാണുള്ളത്. ഏതൊക്കെയാണ്? 2 ടൈപ്പ് മ്യൂട്ടേഷനാണുള്ളത്, പോയിൻ്റ് മ്യൂട്ടേഷൻ ആൻഡ് ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ. അപ്പോൾ നമ്മൾ ഈ മ്യൂട്ടേഷനാണ് എന്തിന് കാരണമാവുന്നത്? നമ്മൾ മ്യൂട്ടേഷൻ എന്നുള്ളത് പഠിച്ചു അല്ലേ? മ്യൂട്ടേഷനും അതോടൊപ്പം റീകോമ്പിനേഷൻ, ക്രോസിങ് ഓവർ, റീകോമ്പിനേഷനൊക്കെ നമ്മൾ മൈറ്റോസിസ് മിയോസിസിലൊക്കെ പഠിച്ചു അല്ലേ? മ്യൂട്ടേഷനും റീകോമ്പിനേഷനുമാണ് എന്തിന് കാരണമാകുന്നത്? ജനറ്റിക് വേരിയേഷൻസിന് അല്ലേ? വേരിയേഷന് കാരണമാകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ മ്യൂട്ടേഷന് കാരണമാവും, പിന്നെ റീകോമ്പിനേഷൻ റിസൾട്ട്സ് ഇൻ വേരിയേഷൻ. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? മ്യൂട്ടേജൻസിനെ കുറിച്ചാണ്. എന്താണ് മ്യൂട്ടേജൻസ്? ദ ഏജൻസ് വിച്ച് കോസസ് മ്യൂട്ടേഷൻ ആർ കോൾഡ് മ്യൂട്ടേജൻസ്. 2 ടൈപ്പ് മ്യൂട്ടേജൻസ്, ഫിസിക്കൽ മ്യൂട്ടേജൻസ് ആൻഡ് കെമിക്കൽ മ്യൂട്ടേജൻ. ഓക്കെ, ഫിസിക്കൽ മ്യൂട്ടേജൻ ആൻഡ് കെമിക്കൽ മ്യൂട്ടേജൻസ്. ഫിസിക്കൽ മ്യൂട്ടേജൻറ്റിൽ ഏതൊക്കെ വരും? UV, ഗാമ, ആൽഫ, ബീറ്റ, ഗാമ, എക്സ്റേ എന്ന് പറയുന്ന ഇത്രയും റേഡിയേഷൻസ് ഫിസിക്കൽ മ്യൂട്ടേജൻസ് ആണ്. കെമിക്കൽ മ്യൂട്ടേജൻസിൽ വരുന്നതാണ്, പഠിച്ചിരിക്കുക, മസ്റ്റാർഡ് ഗ്യാസ്, ഫീനോൾ, ഇതെല്ലാം നമ്മൾ ഡെയിലി ലൈഫിൽ കാണുന്ന മിക്കവാറും ഫീനോൾ, ഫോർമലിൻ, നമ്മളെ സുവോളജിക്കൽ മെറ്റീരിയൽസൊക്കെ ഇട്ട് വെക്കുന്നത്, സുവോളജിക്കൽ ഓർ ബൊട്ടാണിക്കൽ. ഓക്കെ, നെക്സ്റ്റ് അസറ്റിക് ആസിഡ്, നെക്സ്റ്റ് ഫോമിക് ആസിഡ്, ദെൻ നൈട്രജൻ അല്ല സോറി അമോണിയ, NH3 അമോണിയ. ഇത്രയാണ് കെമിക്കൽ മ്യൂട്ടേജൻസിന് എക്സാമ്പിൾ. അപ്പോൾ ഏജൻസ് വിച്ച് കോസസ് മ്യൂട്ടേഷൻസ് ആർ കോൾഡ് മ്യൂട്ടേജൻസ്. ദർ ആർ 2 ടൈപ്പ് ഓഫ് മ്യൂട്ടേജൻസ്, ഫിസിക്കൽ മ്യൂട്ടേജൻ ആൻഡ് കെമിക്കൽ മ്യൂട്ടേജൻസ്. ഓക്കെ, ക്ലിയർ ആയി അല്ലേ? ഇനി നമ്മൾക്ക് പഠിക്കാനുള്ളത് എന്താണ് മ്യൂട്ടേഷൻ എന്നാണ് അല്ലേ? 2 ടൈപ്പ് മ്യൂട്ടേഷനാണുള്ളത്. മ്യൂട്ടേഷൻ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു, പോയിൻ്റ് മ്യൂട്ടേഷൻ ആൻഡ് ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ. ഓക്കെ, അതായത് മ്യൂട്ടേഷൻ ദാറ്റ് ടേക്സ് പ്ലേസ് ഇൻ എ സിംഗിൾ പോയിന്റ് ഈസ് നോൺ ആസ് പോയിന്റ് മ്യൂട്ടേഷൻ. മ്യൂട്ടേഷൻ ദാറ്റ് ടേക്സ് പ്ലേസ് ഇൻ ദ മ്യൂട്ടേഷൻ which results in the insertion, deletion or recombination or addition of the nitrogen base pairs and which results in the changes in the frame shift, and that type of mutation is known as frame shift mutation. Okay, അപ്പോൾ നമുക്ക് ഒന്ന് പറയാം. പോയിന്റ് മ്യൂട്ടേഷൻ എക്സാമ്പിൾ നമ്മൾ ഓൾറെഡി പഠിച്ചതാ, പ്ലയോട്രോപിസത്തിൽ വരുന്ന ടോപ്പിക്കാണ്. ഏതായിരുന്നു? സിക്കിൾ സെൽ അനീമിയ അല്ലേ? പ്ലയോട്രോപിസത്തിൽ വരുന്നുണ്ട്, ഓട്ടോസോമൽ റിസസീവ് ഡിസോർഡറിൽ വരുന്നതാണ്, മെൻറ്റേലിയൻ ഡിസോർഡേഴ്സിൽ വരുന്നതാണ് നമ്മുടെ സിക്കിൾ സെൽ അനീമിയ. അപ്പോൾ പോയിന്റ് മ്യൂട്ടേഷൻ
സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുമ്പോൾ പോയിന്റ് മ്യൂട്ടേഷൻ വരുന്നുണ്ട്, ഓട്ടോസോമൽ റിസസീവ് ഡിസോർഡർ വരുന്നുണ്ട്, പ്ലയോട്രോപ്പിസം വരുന്നുണ്ട് കേട്ടോ, നോട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്താണ് പോയിന്റ് മ്യൂട്ടേഷൻസ് എന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഒരു സിംഗിൾ മ്യൂട്ടേഷൻ വിച്ച് കോസസ് ചേഞ്ചസ് ഇൻ ദ സിംഗിൾ ബേസ് പെയർ ഓഫ് DNA, അല്ലേ? മ്യൂട്ടേഷൻ വിച്ച് കോസസ് ചേഞ്ചസ് ഇൻ ദ സിംഗിൾ ബേസ് പെയർ ഓഫ് DNA യുടെ ഒരു സിംഗിൾ ബേസ് പെയറിന് മാത്രം മ്യൂട്ടേഷൻ സംഭവിക്കുന്നതിനെയാണ് പോയിന്റ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് നമ്മൾ പറയുന്നത് സിക്കിൾ സെൽ അനീമിയാണ്. അത് ഓൾറെഡി പഠിച്ചതാ. ഇനി നമ്മൾ മെൻഡേലിയൻ ഡിസോർഡറിൽ ഒന്നുകൂടെ പഠിക്കുക. എന്താ സിക്കിൾ സെൽ അനീമിയയിൽ നമ്മൾ പഠിച്ചത്? അതായത് സിക്കിൾ സെൽ അനീമിയ നമ്മുടെ RBC റെഡ് ബ്ലഡ് സെൽസിൻ്റെ റെഡ് കളർ കൊടുക്കുന്ന പിഗ്മെൻ്റാണ് ഹീമോഗ്ലോബിൻ. മെയിൻ കോമ്പോസിഷൻ അല്ലേ? ഹീമോഗ്ലോബിൻ, ഹീമോഫീലിയ അല്ലാട്ടോ, ഹീമോഗ്ലോബിൻ ഈസ് എ ക്വാട്ടേണറി പ്രോട്ടീൻ ആൻഡ് വിച്ച് കൺസിസ്റ്റ് ഓഫ് 2 ആൽഫ പ്രോട്ടീൻ ആൻഡ് 2 ബീറ്റ പ്രോട്ടീൻ. ഇതിൽ ബീറ്റ പ്രോട്ടീൻ ഉണ്ടാക്കിയിരിക്കുന്ന പോളിപെപ്റ്റൈഡ് ചെയിനിലെ 6th പൊസിഷനിൽ നോർമൽ ബീറ്റ ഗ്ലോബിനിൽ അല്ലെങ്കിൽ നോർമൽ ഹീമോഗ്ലോബിനിൽ 6th പൊസിഷനിലുള്ള ബീറ്റ ഗ്ലോബിനിലെ അമിനോ ആസിഡ് എന്ന് പറയുന്നത് ഗ്ലൂട്ടാമിനാണ്. ഓക്കെ, ഈ ഗ്ലൂട്ടാമിൻ്റെ ട്രിപ്ലറ്റ് കോഡാണ് GAG. ഇതിലെ ഗ്ലൂട്ടാമിനിലെ GAGയിലെ ഈ അഡനിന് എന്ത് സംഭവിക്കും? മ്യൂട്ടേഷൻ സംഭവിക്കും. അപ്പോൾ അതെന്തായിട്ട് മാറും? GUG ആയിട്ട് മാറും. അപ്പോൾ ഇവിടെ നോർമലി ഗ്ലൂട്ടാമിൻ എന്ന് പറയുന്ന അമിനോ ആസിഡിനെയാണ് GAG, അതായത് നോർമൽ ഹീമോഗ്ലോബിൻ എന്താ ചെയ്യുക? സീക്വൻസ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അല്ലേ? അപ്പോൾ ഇവിടെ ഇതിന് മ്യൂട്ടേഷൻ സംഭവിക്കുമ്പോൾ, പോയിന്റ് മ്യൂട്ടേഷൻ സംഭവിക്കുമ്പോൾ GAGക്ക് മ്യൂട്ടേഷൻ സംഭവിച്ചിട്ട് വേറൊരു ലെറ്റർ വന്ന് GUG. അപ്പോൾ ഗ്ലൂട്ടാമിന് പകരം അത് ആരായിട്ട് മാറും? ഗ്ലൂട്ടാമിന് പകരം വെലൈൻ ആയിട്ട് മാറും. അപ്പോൾ ആ ബീറ്റ ഗ്ലോബിനിലെ ഹീമോഗ്ലോബിൻ എന്തായിട്ട് മാറും? 1 2 3 4 5 6 പൊസിഷനിൽ വെലൈനായിട്ട് മാറും, അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള പോളിപെപ്റ്റൈഡ്, ഇങ്ങനെയുള്ള ബീറ്റ ഗ്ലോബിനിലെ പ്രത്യേകത എന്താണ്? ഓക്കെ, ആ ബീറ്റ ഗ്ലോബിൻ അടങ്ങിയിരിക്കുന്ന ഹീമോഗ്ലോബിൻ എഫക്റ്റഡ് ആയിരിക്കും. എന്നിട്ട് എന്താണ്? അതിൻ്റെ ഹീമോഗ്ലോബിൻ്റെ എഫക്റ്റഡ് ആവും. ആ എഫക്റ്റഡ് ഹീമോഗ്ലോബിൻ്റെ പ്രത്യേകത, ഈ എഫക്റ്റഡ് ഹീമോഗ്ലോബിൻ മൂലം എന്ത് സംഭവിക്കും? ഈ എഫക്റ്റഡ് ആയിട്ടുള്ള ഹീമോഗ്ലോബിൻ റിസൾട്ട്സ് ഇൻ ദ ചേഞ്ച് ഇൻ ദ ഷേപ്പ് ഓഫ് ദി RBC, അതായത് ബൈകോൺവേവ് ഷേപ്പുള്ള RBC ബിക്കം എന്തായിട്ട് മാറും? സ്പിൻഡിൽ ഷേപ്പ്ഡായിട്ട് മാറും. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇത്രയാണ് പോയിന്റ് മ്യൂട്ടേഷൻ. അപ്പോൾ എന്താ പോയിന്റ് മ്യൂട്ടേഷൻ? സിംഗിൾ ഒരു ബേസിൽ മാത്രം ചെയ്യുന്ന മ്യൂട്ടേഷനെയാണ്, DNA സിംഗിൾ ബേസ് പെയറിന് മാത്രം സംഭവിക്കുന്ന മ്യൂട്ടേഷൻ ആണ് എന്ത് പറയുന്നത്? പോയിന്റ് മ്യൂട്ടേഷൻ. സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ പ്ലയോട്രോപ്പിസത്തിൽ ഓൾറെഡി പറഞ്ഞതാണ്, മൾട്ടിപ്പിൾ ഫീനോടൈപ്പിക് എക്സ്പ്രഷൻ ഓഫ് എന്താണ്? സിക്കിൾ സെൽ അനീമിക് ജീൻ, അല്ലേ? അപ്പോൾ എങ്ങനെയത് സിക്കിൾ സെൽ അനീമിയ ഉണ്ടാകുന്നത്? ഹീമോഗ്ലോബിൻ ഈസ് ദ മെയിൻ കമ്പോണൻറ്റ് ഓഫ് RBC. ഹീമോഗ്ലോബിൻ ഈസ് എ ക്വാട്ടേണറി പ്രോട്ടീൻ. ബീറ്റ ഗ്ലോബിൻ കമ്പോസ്ഡ് ഓഫ് beta globin have a polypeptide chain and it's the 6th position, the glutamine which is coded for the triplet codon GAG is present. If point mutation is happen to the one of the nitrogen base sequences of glutamine GAG, the middle one undergo point mutation and GAG is converted into GUG. Okay, GUG is coded for the amino acid valine. These amino acid valine and these amino acid പെപ്റ്റൈഡ് ബോണ്ട് അല്ലെങ്കിൽ പെപ്റ്റൈഡ് ചെയിൻ അല്ലെങ്കിൽ അമിനോ ആസിഡ് പോളിമർ become affected and that hemoglobin does not have the ability to carry oxygen. Okay, and okay, ക്ലിയർ ആയല്ലോ? ഇതാണ് പോയിന്റ് മ്യൂട്ടേഷൻ എക്സാമ്പിൾ. ഇനി നമ്മൾക്ക് പഠിക്കാനുള്ളത് പോയിന്റ് മ്യൂട്ടേഷൻ കഴിഞ്ഞു, ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷനാണ്. എന്താണ് ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ? ഒരു DNA സീക്വൻസസ് ഈ ഏതൊക്കെയാണ് നൈട്രജൻ ബേസ് സീക്വൻസസ് എന്ന് പറയുമ്പോൾ? അഡനിൻ, ഗുവാനിൻ, സൈറ്റോസിൻ, തൈമിൻ, ഗുവാനിൻ, അഡനിൻ, ഗുവാനിൻ, സൈറ്റിൻ, തൈമിൻ, അല്ലേ? ഇതൊരു സീക്വൻസസ് ഓഫ് ന്യൂക്ലിയോടൈഡ് സീക്വൻസസ് ഓഫ് DNA ആണ്. ഇതിൽ എന്താ ഉണ്ടാവുക? ഒരാൾ പോയിട്ട് അവിടെ വേറൊരാൾ വരാം, അല്ലെങ്കിൽ ഒരാൾ പോവുക, അല്ലെങ്കിൽ വേറൊരാൾ ഒരെണ്ണം എക്സ്ട്രാ കൂടിച്ചേരാം.
അതുമൂലം ഇതിൻ്റെ ഫ്രെയിം ഷിഫ്റ്റിന് ചേഞ്ച് വരും. ഓക്കെ, ഇതിൻ്റെ ഫ്രെയിം ഷിഫ്റ്റിന് തന്നെ ചേഞ്ച് വരും. അങ്ങനെ മ്യൂട്ടേഷൻ സംഭവിച്ചത് മൂലം ഫ്രെയിം ഷിഫ്റ്റിന് ചേഞ്ച് വരുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള മ്യൂട്ടേഷനെ പറയുന്ന പേരാണ് ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ എന്താ ഡെലീഷൻ ആയിരിക്കാം. എന്താ ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ? ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താ പറയേണ്ടത്? ഇറ്റ് ഈസ് ദ ഡെലീഷൻ ഓർ ഇൻസേഷൻ ഓഫ് ബേസ് പേഴ്സ് കൂടിച്ചേരോ നഷ്ടപ്പെടുമോ ചെയ്യുന്നു, റിസൾട്ടിങ് ഇൻ ദ ഷിഫ്റ്റിംഗ് ഓഫ് DNA സീക്വൻസസ്. ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പോൾ എന്താ? ഡെലീഷൻ ഓർ ഇൻസേഷൻ വിച്ച് റിസൾട്ട്സ് ഇൻ ദ ഷിഫ്റ്റിംഗ് ഓഫ് DNA സീക്വൻസസ്. ഇതിനെയാണ് ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ മ്യൂട്ടേജൻസ് എന്താണെന്ന് പഠിച്ചു അല്ലേ? ഇനി ഇത്രയാണ് സെക്സ് ഡിറ്റർമിനേഷൻ മെക്കാനിസം മ്യൂട്ടേഷനിൽ വരുന്ന ടോപ്പിക്കുകൾ. ഓക്കെ, എന്താണ് മ്യൂട്ടേഷൻ? സഡൻ ഹെറിറ്റബിൾ ചേഞ്ചസ് ദാറ്റ് ടേക്സ് പ്ലേസ് ഇൻ ദ ജനറ്റിക് മേക്കപ്പ് ഓഫ് എൻ ഓർഗാനിസം. ഓക്കെ, അടുത്തത് the agents which causes mutations are known as mutagen. Different type of mutagens പറഞ്ഞു. ഓക്കെ, പിന്നെ എന്താ നമ്മൾ പറഞ്ഞത്? രണ്ട് ടൈപ്പ് മ്യൂട്ടേഷൻ, പോയിന്റ് മ്യൂട്ടേഷൻ ആൻഡ് ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ. ഫ്രെയിം ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻസേഷൻ ഡെലീഷൻ ഓഫ് ദി ഡെലീഷൻ ആൻഡ് ഗെയിൻ ഓർ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് DNA segment cause chromosomal abnormality, and that type of mutation is known as frame shift mutation. ഓക്കെ, അതിന് എക്സാമ്പിൾ ഏതാണെന്ന് ചോദിച്ചാൽ, ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ എക്സാമ്പിൾ ഏതാണെന്ന് ചോദിച്ചാൽ ക്യാൻസർ സെല്ലാണ് എക്സാമ്പിൾ. എക്സാമ്പിൾ ഫോർ ക്യാൻസർ സെല്ലാണ് എക്സാമ്പിൾ. ഇത്രയും ക്ലിയർ ആയല്ലോ? ഇനി നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാണ്, പെഡിഗ്രി അനാലിസിസ്. ക്ലിയർ? ഓക്കെ, അപ്പോൾ പെഡിഗ്രി അനാലിസിസ് നമുക്കൊരു നെക്സ്റ്റ് ചാപ്റ്റർ ആയിട്ട് തുടങ്ങിയാലോ? അല്ലെങ്കിൽ അത് വലിയൊരു ലെങ്തി ആയിട്ടുള്ള ടോപ്പിക്കാണ്, കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.